എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന സേതുവും പല്ലവി എന്ന് വേണ്ട പൊന്നുമടത്തിൽ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്, ഋതു ഒഴിച്ച്. കാരണം അധികം വൈകാതെ തന്നെ പല്ലവിയുടെ ഡിവോഴ്സ് നടക്കും. അങ്ങനെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ സേതുവിന്റെ പല്ലവിയുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം. പൊന്നുമടത്തിലെ മാധവമേനൻ ആഗ്രഹിച്ച പോലെ 1 വർഷത്തിനുള്ളിൽ സേതുവിന്റെ വിവാഹം നടക്കണമെന്നാണ്. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ സേതുവിന്റെ വിവാഹം നടക്കും. ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പക്ഷെ ഋതുവിന് ഇതൊന്നും കൂടെ സഹിച്ചില്ല. കാരണം ഉടനെ തന്നെ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഋതു ആകെപ്പാടെ സമനില ഏറ്റ പോലെ ആയി. പിന്നീട് ഋതുവിന്റെ അടുത്തേക്ക് സ്വാതി എല്ലുവാണ്. സ്വാതി എന്നിട്ട് അല്ല ചേച്ചി എന്താ ഇങ്ങനെ വന്നിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടോ ഋതു പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അല്ല ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ. അധികം വൈകാതെ തന്നെ പല്ലവേച്ചിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയാം. പിന്നെ ഡിവോഴ്സ് കിട്ടി നാണമില്ലല്ലോ അവൾക്കെന്നൊക്കെ പറയാം. ഇത് കേട്ടതും സ്വാതി ചോദിച്ചു, അതെന്തിനാ ചേച്ചി അങ്ങനെ പറയണേ? നല്ല കാര്യമല്ലെന്ന് ചോദിക്കാം. ഇന്ദ്രനിൽ നിന്നൊരു മോചനം കിട്ടാൻ പോലെ. പിന്നെ മോചനം പോലും ഇനിയിപ്പൊ എന്തു ആവാലോ ഇവിടെ. ഈ സേതുവിന്റെ പല്ലവിയും കൂടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെ കണ്ടോ, നമ്മളൊക്കെ മിക്കവാറും പുറത്താവെന്ന് പറയണം. കാത്തിരുന്നോ, ഇപ്പോഴവളിങ്ങനെ അഭിനയിച്ച് ഇവിടെ കടന്നുകൂടിയിരിക്കാന്നൊക്കെ പറയണം. ഇത് കേട്ടതും സ്വാതി പറഞ്ഞു, അതെ പല്ലുവേച്ചി സേതുവേണ്ട അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല. നമ്മളെ ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അതൊക്കെ ചേച്ചിയുടെ മനസ്സിന്റെ വെറും തോന്നല് മാത്രമാണെന്ന് പറയണ. ചേച്ചി ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴറിയാം എന്ന് പറയണം. പിന്നെ നീ അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി, കൂടുതൽ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ദേഷ്യപ്പെടുവാണ്. പിന്നീട് സ്വാതി പറഞ്ഞു, അതേ വിഷു അല്ലേ, വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്താനായിട്ട് പോവാ. ഋതു ചേച്ചി ഏറ്റു വരുന്നില്ലേ എന്ന് ചോദിക്കുക. പിന്നെ എഴുന്നേറ്റ് വന്നാലും മതി എന്നൊക്കെ പറഞ്ഞ ഋതു ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കണം. ആ സമയത്ത് പല്ലവി വിഷുക്കണി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം സേതു പല്ലവിയും എല്ലാരും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വിഷുക്കണി ഈ തവണ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നല്ല സന്തോഷമുള്ളൊരു വിഷുവാണ് ഈ തവണത്തെ വിഷു എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ച് ഇനിയിപ്പം അടുത്ത ഉടനെ തന്നെ വരുന്ന കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് മുമ്പുള്ള ഒരു വിഷുവാണിത്. ഇനി അടുത്ത വിഷുവിന് രണ്ടുപേരും ഒന്നിച്ചുള്ളൊരു വിഷു ആയിരിക്കും. അങ്ങനെ പല്ലവി അവിടെ വിഷുക്കണി ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് വരുവാണ്. സേതു വന്നിട്ട് പറഞ്ഞു, അതെ അടുത്ത തവണത്തെ വിഷു ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് പറയാം. അത് കേട്ടും പല്ലവിച്ചോ, എന്താ സേതുട്ടോ അങ്ങനെ പറഞ്ഞേ? അടുത്ത തവണത്തെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ രണ്ടും ഒരുമിച്ചുള്ള ആദ്യത്തെ വിഷു ആയിരിക്കും എന്ന് പറയാം. ഓഹോ, പറച്ചില് കേട്ടാ തോന്നൂലോ ഇപ്പൊ നമ്മൾ രണ്ടും രണ്ടാന്നും. അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ ഇതോടൊപ്പം തന്നെ ശ്രീഹരി ആണെങ്കിലും അച്ചു ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാ. അച്ഛനും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ ഇത്. ഇനിയിപ്പം വരുന്ന വിഷുവിനെല്ലാം സന്തോഷത്തോടുകൂടി ശ്രീഹരിയോടൊപ്പം വിഷു ആഘോഷിക്കണം. അങ്ങനെ ഒരു ചിന്തയൊക്കെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവര് വിഷുക്കണിയൊക്കെ ഒരുക്കണം. ഈ സമയം ആകെപ്പാടെ ടെൻഷനിലായിരുന്നു രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യങ്ങളൊന്നും അല്ല നടന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? കാരണം വിശ്വം കാരണമാണ് ഇന്ദ്രന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അനിയൻ ചേട്ടനെ ഒറ്റുക എന്ന് പറഞ്ഞാല് ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ഇന്ദ്രന്റെ മുന്നിലേക്കാനും വിശ്വം വന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അവനെ തീർത്ത തന്നെ. അതൊക്കെ ഓർത്ത് ഇപ്പൊ രാജലക്ഷ്മിക്ക് ടെൻഷനായിരുന്നു. നാളെ 1-ാം ദിനം വിഷുവാണ്. പക്ഷെ വിഷുവിനെ ആഘോഷിക്കാൻ പോലും രാജലക്ഷ്മിക്ക് തോന്നില്ല. കാരണം വിശ്വതരായിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല. അവൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ അവനെ വെച്ചേക്കില്ലെന്നറിയാം. എന്റെ ഭഗവാനെ, എന്തൊക്കെ അവിടെ നടക്കാൻ പോണെന്ന് അറിയത്തില്ല. എല്ലാം അവള് കാരണം, ആ പല്ലവി ഒറ്റ കാരണമെന്ന് പറയണം. പിന്നീട് രാജലക്ഷ്മി രണ്ടും കൽപ്പിച്ച് ഇന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. ഇന്ദ്രനാണെങ്കിൽ സാമന്നല്ല തെറ്റിയൊരു അവസ്ഥയായിരുന്നു. കാരണം കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ദ്രൻ അധികം സംസാരിച്ചിട്ടില്ല. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇന്ദ്രൻ മുറി കയറിയിരിക്കുന്നതാണ്. രാജലക്ഷ്മിക്ക് ചെന്ന് മിണ്ടാൻ പോലും ഭയമായിരുന്നു. കാരണം മിണ്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. ഇന്ദ്രൻ പൊട്ടിത്തെറിക്കാം. ചിലപ്പോ ഈ കുടുംബത്തിലുള്ള എല്ലാരെയും ചിലപ്പോ കൊന്നു കളഞ്ഞേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇന്ദ്രൻ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. പിന്നീട് രാജലക്ഷ്മി മുറിയിലേക്ക് എന്ന് ഇന്ദ്രനെ വിളിക്കണം. ഇന്ദ്രാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ വന്നു ചോദിച്ചു, ആ അമ്മയോ എന്താ അമ്മയെന്ന് ചോദിച്ചു. ഭയങ്കര ചിരിച്ച സന്തോഷത്തോട് ഇട്ടാണ് ഇന്ദ്രനെ സംസാരിക്കുന്നത്. ഇത് കണ്ടതും രാജലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അത് പിന്നെ മോനെ ഇന്ദിര, ഇതുവരെയായിട്ടും വിശ്വം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓഹോ, വിശ്വം വന്നിട്ടില്ലേ? അമ്മ അവനെ കാത്തിരിക്കുവാണെന്ന് നിൽക്കും. അത് പിന്നെ മോനെ നാളെ വിഷു അല്ലേ, അവനിങ്ങോട്ട് വരാത്തോണ്ട്. ഓ, വിഷു ആയിട്ട് ഇളയ മകൻ വരണല്ലേ? വരട്ടെ അമ്മേ, അവൻ വരട്ടെ, വിഷു ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം. അല്ല നീ അവനോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതെ എടാ, അവള് പോകുവാണെ പോട്ടാ പല്ലവി, അങ്ങനെ ആ മാരണവും ഒഴിഞ്ഞു കിട്ടൂല. നീ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് വെക്കും. അമ്മയ്ക്ക് അറിയാലോ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന്. അപ്പൊ അതിനായിട്ട് എന്റെ സ്വന്തം അനുജൻ തലയാണ്ട് എനിക്കിട്ട് പാരപ്പെടുന്നേ. അപ്പൊ അവനെ ഞാൻ വെറുതെ പറഞ്ഞെന്നാണ് അമ്മ പറയണേ. ഒരിക്കലും ഇല്ലമ്മേ, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവനിങ്ങോട്ട് വരും, അവനെ തീർത്ത് കളയും. ഇനി അതായിരിക്കും നടക്കാൻ പോകുന്നത്. അവനെ മാത്രമല്ല, ആ പല്ലവീനെ സേതുവിനെ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, എടാ മോനെ, അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് പറയണേ. എന്ത്
അമ്മയുടെ തോന്നലല്ലേ ഇനിയാണ് ഇന്ദ്രൻ ശരിയും കളിക്കാനായിട്ട് പോകുന്നത്. അനുജൻ എന്നുള്ള ബന്ധമൊന്നും ഇനി ഞാൻ വെച്ച് പുലർത്താൻ പോകുന്നില്ല. എടാ, ഒരു പക്ഷെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തേ. നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നോടല്ലേ? അമ്മേ, അത് എന്നോടല്ലാതെ വേറെ ആരുടെ അമ്മ പോയി പറ. ഇന്ദ്രൻ ഒരു കാര്യം ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്റെ ജീവിതം നശിപ്പിച്ച അവനാണ്. അവൻ ഒറ്റയൊരുത്തൻ ആ കോടതിയിൽ ആ മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേന. അവൻ മനഃപൂർവ്വം ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്താണ്, ആ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയതാണ്. രാജലക്ഷ്മിക്ക് അതൊക്കെ ഓർത്തപ്പോ വല്ലാത്ത ടെൻഷനായി. വിശ്വയുടെ പമ്മി കൂടി നിൽക്കുന്ന കണ്ടപ്പോ ഒരു ടെൻഷനൊക്കെ തോന്നിയത് എന്താ കാര്യം എന്നൊക്കെ. പക്ഷെ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. അവന് ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നു. എന്നാലും എന്തിനു വേണ്ടി അവൻ ചെയ്തേ? പക്ഷെ എന്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല. എല്ലാം പല്ലവിയുടെ അനിയത്തിയും കാണോ. ഇത് കേട്ടെന്ന് വിശ്വം പറഞ്ഞു. വിശ്വല്ല, ഇന്ദ്രൻ പറഞ്ഞു, ആ പല്ലവിയുടെ അനിയത്തി ഉണ്ടല്ലോ, അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ ഈ കളികളെ കളിച്ചോണ്ടിരിക്കുന്നത്. ഈ എല്ലാത്തിനും ഞാൻ തീർത്ത് കളയും. ഒന്നിനും ഞാൻ ജീവനോടെ വെച്ചേക്കില്ലെന്നൊക്കെ പറയണം. രാജലക്ഷ്മിക്ക് മനസ്സിലായി എന്തേലുമൊക്കെ സംഭവിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീഹരി വരുന്നുണ്ട്. അപ്പൊ വിഷുവിന്റെ തലേദിവസമല്ലേ, ശ്രീഹരി കുറെ പടക്കമൊക്കെ ആയിട്ടാ വരുന്നത്. അങ്ങനെ പടക്കമൊക്കെ എടുത്തോണ്ട് ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുറ്റത്തേക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് ഒറ്റ കത്തിരങ്ങോട് കത്തിക്കണം. പടക്കം എല്ലാം കൂടെ പൊട്ടിച്ചെതറുവാണ്. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് ഇന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി. രാജലക്ഷ്മി ഓർത്തു, ആരാ ഈ സമയത്ത് ഒന്ന് പടക്കം പൊട്ടിക്കുന്നേ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ചെന്ന് കഥ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിയാണ്. പെട്ടെന്ന് ശ്രീഹരി, അമ്മ ഞാനാ. ശ്രീഹരി, എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും രാജലക്ഷ്മി, നീ എന്താടാ എവിടെയെന്ന് ചോദിക്കാം. ഒരു സന്തോഷമുള്ള വിഷു അല്ലേ അമ്മേ? അപ്പൊ സന്തോഷമുള്ള വിഷുവിന്റെ സമയത്ത് പടക്കം പൊട്ടിക്കണ്ടേ? ഇവിടെ ആരെയും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചില്ലെങ്കിലും ഞാൻ വന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചേക്കാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, എടാ മര്യാദയ്ക്ക് പോവാൻ നോക്കിക്കോ എന്ന് പറയണം. മര്യാദയ്ക്ക് പോവാനോ? എന്തായി കാര്യങ്ങളൊക്കെ? ഓ, പല്ലവേച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടോ മോനെ ഇന്ദ്രാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഇന്ദ്രൻ സമനിലയിട്ട അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. പിന്നീട് പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ പൊന്നുമടത്തിലുള്ളവരോട് കളിച്ചിട്ടുണ്ടെ കളി എങ്ങനെ ഇരിക്കുന്ന? സ്വന്തം അനുജൻ തന്നെ വന്ന് നിനക്കെതിരായിട്ട് മൊഴി കൊടുത്തില്ലേടാ. ഇത്ര ഉള്ളടാ. നിന്റെ അഹങ്കാരം ഇതോടുകൂടി തീർന്നു പറയാം. മേലാല് ഇനി സേതുവേണ്ട പല്ലവേച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഈ പടക്കം പൊട്ടിക്കുന്നതാണ് നിന്നെ ഞാനിട്ട് പൊട്ടിക്കുമെന്ന് ഇന്ദ്രനോട് പറയണം. മര്യാദയ്ക്ക് അടങ്ങി ഒരുങ്ങിയിരുന്നോണം. അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി കടന്നു എന്നേക്കല്ല. ഇത് അവസാന താക്കീതാ. സേതുവേട്ടനും പല്ലവേച്ചിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടാ ഞാൻ നടക്കണേ. നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രാജേഷ് പറഞ്ഞു, എടാ മോനെ ഇന്ദിര, നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കണം. വേണ്ട വിടമ്മേന്നൊക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ അവനെ ഞാനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇന്ദ്രൻ ആരാന്ന് അവൻ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയണം. രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും തീരുമില്ലെന്നുള്ള കാര്യം. ഒറ്റ നടക്കൊന്നും പോകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് കണിയെല്ലാം ഒരുക്കി വെച്ചാൽ എല്ലാം കിടക്കണേ പൊന്നുമടത്തില്. പിറ്റേ ദിവസം രാവിലെ തന്നെ പൂർണ്ണിമ എഴുന്നേറ്റു. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുകയാണ്. പൂർണ്ണിമ പല്ലവിനെ ആദ്യം വിളിച്ചുകൊണ്ട് കണി കാണിച്ചു, കണ്ണൊക്കെ പൊത്തിയിട്ട്. പിന്നെ അതുകൊണ്ട് പല്ലവി സേതുവിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ എല്ലാരും കണി കാണിച്ചതിന് ശേഷം വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. പല്ലവിക്ക് സേതുവിനും എല്ലാവർക്കും വിഷുനീട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ പിന്നീട് സദ്യവട്ടങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. ഈ സമയത്ത് മാഷിനും ശോഭയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. പല്ലവിക്ക് ഡിവോഴ്സ് ഉറപ്പായിട്ടും കിട്ടും. ഇനി ഇന്ദ്രനെ പേടിച്ച് ഭയന്ന് കഴിയണ്ട. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സന്തോഷകരമായ ഒരു വിഷയമായിരുന്നു. പക്ഷേങ്കില് പാറുവിന്റെ കാര്യം കൊടുത്തിട്ട് ടെൻഷൻ ഉണ്ട്. കാര്യം പറഞ്ഞ വിശ്വയൊക്കെയാ സഹായിച്ചേ. പക്ഷേങ്കില് പാറുവും വിശ്വവും തമ്മിലുള്ള അടുപ്പം അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് അവൾക്ക് അവനോട് അത്രമാത്രം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവന് അത്രമാത്രം സ്നേഹം പാറുവിനോടും ഉണ്ട്. ആണല്ലോ പല്ലവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനാ ത്യാഗമൊക്കെ ചെയ്തേ. അതൊക്കെ ശോഭയ്ക്കും മാഷിനും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയവാ. ഇന്ദ്രന്റെ അനിയനാണല്ലോ, അവൻ ചിലപ്പോ ഇനിയിപ്പൊ നാളെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് പാറുവിന്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ പാറുവാണെങ്കിലോ ഭയങ്കര സന്തോഷത്തില. തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് വിശ്വം ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. പിന്നീട് വിശ്വത്തെ വിളിച്ച് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പാറു പറഞ്ഞു, ഒരു കാരണവശാലും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലണ്ട. അയാൾ മിക്കവാറും കലി കൊണ്ടായിരിക്കും ഇരിക്കുന്ന. ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, എത്ര നാൾ എനിക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. തൽക്കാലത്തേക്കൊന്നും മാറി നിൽക്കുന്ന ബുദ്ധി എന്നൊക്കെ പറയുന്ന. അങ്ങനെ വിശ്വം അങ്ങോട്ടേക്ക് പോയില്ല. വിശ്വത്തിന് അറിയാം താൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ കലി പൂണ്ടിരിക്കുന്ന ഏട്ടന എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ള കാര്യം. ഈ സമയം രാജലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വിഷുക്കണി ഒരുക്കായിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കി ഇന്ദ്രനെ കൊണ്ട് കണിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇന്ദ്രന് വിഷുക്കണിയിട്ടൊക്കെ കൊടുക്കണം. ആ സമയത്ത് രാജലക്ഷ്മിയുടെ മനസ്സിൽ കൂടെ വിശ്വത്തിന്റെ രൂപ കടന്നുപോയത്. കാരണം വിഷുവോടെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വിഷുവിന് അവനെ കൊണ്ട് കണി കാണിച്ച് അവനും വിഷുക്കൈനീട്ടം കൊടുത്ത കാര്യമൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അവനൊന്നും വന്നിരുന്നെങ്കിൽ എന്നൊരു നിമിഷം രാജലക്ഷ്മി ചിന്തിച്ചുപോയി. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോയി കിടക്കുവാണ്. ഈ സമയത്താണ്
അങ്ങോട്ടേക്ക് വിശ്വം കയറിച്ചിരുന്നത്. കാരണം വിഷുവാണ്, വിശ്വത്തിന് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. രാജലക്ഷ്മി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ട് ഒരു പക്ഷേ വിശ്വം വരും, വിശ്വത്തിന് വരാതിരിക്കാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ വിശ്വം അങ്ങോട്ട് കയറി ചെന്നതിന് രാജലക്ഷ്മി ഓടി വന്നിട്ട് മോനെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണം. എടാ നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോ, എനിക്ക് പേടിയാ, നിന്റെ ചേട്ടൻ നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് നടക്കണേന്ന് പറയാ. ഇത് ഏട്ടൻ വിശ്വം പറഞ്ഞു, അമ്മേ കൊല്ലുവാണെ കൊല്ലട്ടെ, ഇനി എനിക്ക് ഒളിച്ചും പാത്തിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാണ്. ഈ സമയം വിശ്വത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇന്ദ്രൻ. അവൻ വന്നിട്ടാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ, അവൻ കാരണമാണ് തന്റെ ജീവൻ നശിച്ചെന്നുള്ളത്. അങ്ങനെ വിശ്വം വന്ന് അറിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുവാണ് വിശ്വത്തെ ഇല്ലാതാക്കാനും വേണ്ടിട്ട്. രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രാജലക്ഷ്മി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പം ഇന്ദ്രന്റെ ക്രൂരതയുണ്ട് വിശ്വത്തോട്. വിശ്വത്തിനെ അടിച്ച് ഒരു പരുവാക്കി ഇടുന്നുണ്ട്. അവസാനം വിശ്വം ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട്. ആ സമയത്ത് പാറുവാണ് വിശ്വത്തെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.